നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ വ്യവസായ വികസനം വേഗത്തിലാക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ഭൂമി മാനേജ്മെന്റ് നയത്തെയും ലാൻഡ് ബാങ്ക് സംവിധാനത്തെയും കുറിച്ചാണ്. പുതിയ ബജറ്റിൽ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ എന്താണ്? സാധാരണ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ലഭിക്കുക? ഭൂമി ഉടമകൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിക്ഷേപകരെയും തൊഴിൽ അവസരങ്ങളെയും ഇത് എങ്ങനെ ബാധിക്കും എന്നതെല്ലാം വിശദമായി നോക്കാം. ആദ്യം ലാൻഡ് ബാങ്ക് എന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. ലാൻഡ് ബാങ്ക് എന്നത് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളുടെ കൈവശമുള്ള വ്യവസായ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഭൂമിയുടെ വിവരങ്ങൾ ഒരിടത്ത് ക്രമീകരിച്ച് ലഭ്യമാക്കുന്ന സംവിധാനമാണ്. ഒരു വ്യവസായ സംരംഭകൻ ഫാക്ടറിയോ മറ്റ് സ്ഥാപനങ്ങളോ തുടങ്ങാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ പല ഓഫീസുകളും കയറിയിറങ്ങേണ്ട സാഹചര്യം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതുവരെ കേരളത്തിൽ പല നിക്ഷേപകരും നേരിട്ട പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ കഴിയാത്തതും ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ പരിശോധിക്കുന്നതിനുള്ള കാലതാമസവും വിവിധ വകുപ്പുകളിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുമായിരുന്നു. ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാനാണ് സർക്കാർ പുതിയ സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ഭൂമി മാനേജ്മെന്റ് നയത്തിന്റെ പ്രധാന ലക്ഷ്യം സർക്കാർ ഭൂമിയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയും വ്യവസായ ആവശ്യങ്ങൾക്ക് ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഇതിനായി ഭൂമിയുടെ വിവരങ്ങൾ ഡിജിറ്റൽ രീതിയിൽ ശേഖരിക്കുകയും ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ നിക്ഷേപകർക്ക് ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഒരു നിക്ഷേപകന് ഏത് ജില്ലയിൽ എത്ര ഭൂമി ലഭ്യമാണ്, ആ ഭൂമിയുടെ വിസ്തീർണം എത്രയാണ്, റോഡ് സൗകര്യം, വൈദ്യുതി, ജലലഭ്യത, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വ്യവസായ വികസനത്തിന് മാത്രമല്ല തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പുതിയ ഫാക്ടറികളും നിർമ്മാണ യൂണിറ്റുകളും സേവന സ്ഥാപനങ്ങളും ആരംഭിക്കുകയാണെങ്കിൽ പ്രാദേശികമായി തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കാനും ചെറുകിട വ്യാപാരങ്ങൾക്കും ഗുണം ലഭിക്കാനും സാധ്യതയുണ്ട്. ചെറുകിട, ഇടത്തരം വ്യവസായങ്ങൾക്കും ഈ സംവിധാനം സഹായകരമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. വലിയ കമ്പനികൾക്ക് മാത്രമല്ല ചെറിയ സംരംഭകർക്കും അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ കൂടുതൽ സുതാര്യമായ സംവിധാനം ലഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു പ്രധാന കാര്യമാണ് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കുക എന്നത്. ഭൂമി സംബന്ധമായ വിവരങ്ങൾ പല വകുപ്പുകളിലായി ചിതറിക്കിടക്കുന്നതിനാൽ അനുമതികൾക്ക് കൂടുതൽ സമയം വേണ്ടിവരാറുണ്ട്. ഡിജിറ്റൽ ഏകോപനം വഴി ഈ കാലതാമസം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലാൻഡ് ബാങ്ക് എന്നത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നു എന്നതല്ല. ഏതെങ്കിലും ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ നിലവിലുള്ള നിയമങ്ങളും നഷ്ടപരിഹാര വ്യവസ്ഥകളും തന്നെയായിരിക്കും ബാധകമാകുക. അതിനാൽ ഇത്തരം വാർത്തകൾ കേട്ട് അനാവശ്യ ആശങ്കപ്പെടേണ്ടതില്ല. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും വ്യവസായ ആവശ്യങ്ങൾക്ക് ഭൂമി നൽകാൻ താൽപ്പര്യമുള്ളവരും സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം. വ്യാജ പ്രചാരണങ്ങളെയും സ്ഥിരീകരിക്കാത്ത സോഷ്യൽ മീഡിയ സന്ദേശങ്ങളെയും മാത്രം ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. ഭാവിയിൽ വ്യവസായ പാർക്കുകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, വെയർഹൌസുകൾ, ഐ.ടി. പാർക്കുകൾ തുടങ്ങിയ പദ്ധതികൾക്ക് ഈ സംവിധാനം കൂടുതൽ സഹായകരമാകാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ സ്വകാര്യ നിക്ഷേപം വർദ്ധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വരുമാന വർധനയ്ക്കും അത് സഹായകമാകും. അതേസമയം ഈ നയം പൂർണ്ണമായി എങ്ങനെ നടപ്പാക്കും? ഏത് ഭൂമികളാണ് ലാൻഡ് ബാങ്കിൽ ഉൾപ്പെടുത്തുക? അപേക്ഷാ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? നിക്ഷേപകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നീ കാര്യങ്ങൾ സർക്കാർ പുറത്തിറക്കുന്ന വിശദമായ ഉത്തരവുകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും വ്യക്തത ലഭിക്കുക. അതിനാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകൾ വന്നാൽ മാത്രമേ അന്തിമ തീരുമാനങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. പുതിയ സർക്കാർ പ്രഖ്യാപിച്ച ഈ ഭൂമി മാനേജ്മെന്റ് നയവും ലാൻഡ് ബാങ്ക് സംവിധാനവും കേരളത്തിലെ വ്യവസായ നിക്ഷേപ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുമോ എന്നത് വരും മാസങ്ങളിൽ വ്യക്തമായി തുടങ്ങും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പദ്ധതി കേരളത്തിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. കാരുണ്യ ഫിനാൻസ് മീഡിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക.
നന്ദി.